ആരെയാണ് ആരാധിക്കേണ്ടത്, എന്താണ് തൗഹീദ്, പടച്ച റബ്ബിനെ എന്തുകൊണ്ട് ആരാധിക്കണം. സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 65 വരെയുള്ള വചനം എടുത്താൽ വളരെ ലളിതമായി ഒരു സാധാരണക്കാരനോട് പറയുന്ന രൂപത്തിലാണ് അല്ലാഹു തആല അവിടെ നമുക്ക് ഏകദൈവ വിശ്വാസം എന്തുകൊണ്ടെന്ന് പഠിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കുക, പടച്ച നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ലോകത്തിൽ ഉണ്ടായിട്ടും നമുക്ക് ആ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ എത്ര പടച്ചവനോട് ശുക്ർ ചെയ്താലും മതിയാകുകയില്ല. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ലഹൂഹ്. ആവർത്തിച്ച് ചോദിക്കുന്ന ആളെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യർ കൂടുതൽ ചോദിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടൂല, അകലാൻ ശ്രമിക്കും. പക്ഷേ അള്ളാഹുവിന്റെ പക്കലുള്ളതിൽ നിന്ന് നിങ്ങൾ ചോദിച്ചത് എന്തും നൽകിയാലും യാതൊരു കുറവും സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആകാശത്തെ ഒരു മേൽപ്പുരയാക്കിയവൻ, എത്ര ഡീപ്പായ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് ഇത്. കേവലം ഒരു ശൂന്യതയല്ല, മറിച്ച് കൃത്യമായ ഒരു സൃഷ്ടിപ്പാണ് എന്നും ആ സൃഷ്ടിപ്പിന് ഭൂമിയിലേക്ക് വരുന്ന പല അപകടങ്ങളെയും തടുക്കാനുള്ള കഴിവുണ്ട് എന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ പഠനത്തിലും മനുഷ്യന് ലഭിച്ച അറിവിലും ഇന്ന് അവന് ഗവേഷണം നടത്തിയിട്ട് അവിടേക്ക് എത്തി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് എടുത്തത്. പ്രത്യേകിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട മുവഹിദായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായി അവൻ കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരായത്ത്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ സാഹചര്യത്തിൽ മനഃപ്പാടമാക്കി കാണാതെ പഠിച്ചിരിക്കേണ്ട ഒരായത്താണ് നമ്മൾ കഴിഞ്ഞ ദർസിലെടുത്തത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ ഒരൊറ്റ ആയത്തെ എടുത്തിട്ടുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു തആല നമ്മോട് പറഞ്ഞിരിക്കുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, എന്താർത്ഥം? നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എൻ്റെ ഇബാദത്തിൽ നിന്നും അഹങ്കരിച്ചു കളയുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യരായി അവരെവിടെ പ്രവേശിക്കും? നരകാഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ആണ് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഈ ആയത്തിൽ ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യാനും ഒരു മനുഷ്യൻ റബ്ബിനോട് അവനിഷ്ടമുള്ളതെന്തും പടച്ച റബ്ബിനോട് അവന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറയുന്ന കാര്യം. രണ്ടാമത്തേത് ദുആ ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുന്നു. കാരണം ആദ്യം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്യാതെ അഹങ്കരിക്കുന്നവരാണ് എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ അവിടെ ദുആ എന്തായി? ഇബാദത്താണ് എന്ന് ഈ വചനത്തിൽ കൃത്യമായി വ്യക്തമാക്കപ്പെട്ടു. മാത്രമല്ല, ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത്. അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിൻ്റെ സത്ത തന്നെയും ദുആയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് ഹദീസുകൾ, മൻ ലാ യസ്അലുഹു യഗ്ളബ് അലൈഹി, അള്ളാഹുവിനോട് ചോദിക്കാത്തവരോടാണ് പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നത്? കോപിക്കുന്നത്. ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് ദുആ ചെയ്തല്ലെങ്കിൽ പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹുവിനൊരു അനിഷ്ടം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അതാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദൽ ലഹൂഹ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതായത്
നിരന്തരം ചോദിക്കുക, ആവർത്തിച്ച് ചോദിക്കുന്ന ആളെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ്. മനുഷ്യർ കൂടുതൽ ചോദിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടില്ല, അകലാൻ ശ്രമിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ പക്കലുള്ളതിൽ നിന്ന് നിങ്ങൾ ചോദിച്ചതെന്തും നൽകിയാലും യാതൊരു കുറവും സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പടച്ച റബ്ബിനോട് എത്രയോ ഒരാൾക്ക് ചോദിക്കാം. മാത്രമല്ല, മൻ ലം യദ്ഉല്ലാഹ്, ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത പക്ഷം ഗദിബ അലൈഹി, അള്ളാഹു അവൻ്റെ മേൽ കോപിക്കും. പടച്ചവനോട് ചോദിച്ചിട്ടില്ലെങ്കിലാണ് അള്ളാഹു തആല കോപിക്കുക. ഒരു മനുഷ്യനൊരു പ്രയാസം ഉണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അതല്ല ഇനി അവനൊരു ആഗ്രഹം ഉണ്ടായി എന്ന് വിചാരിച്ചു, എന്തും അവനെന്ത് ചെയ്യുക? അള്ളാഹു തആലയോട് ചോദിക്കുക. പക്ഷെ അതിലൊരു മാനദണ്ഡം നമ്മൾ കഴിഞ്ഞ വെർസിൽ പഠിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ദുനിയാവും ആഖിറവും ചോദിക്കണം, ദുനിയാവും മാത്രമല്ല. അതാണ് അവരുടെ കൂട്ടത്തിൽ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഫമിനൻ നാസി മൻ യഖൂലു റബ്ബന ആതിന ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആളുകൾ, അവർക്ക് ആഖിറത്തിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ അവരുടെ കൂട്ടത്തിലുണ്ട് വമിൻഹും മൻ യഖൂലു റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിലും നീ നല്ലത് തരണമേ, ആഖിറത്തിലും നല്ലത് തരണമേ, നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, അവർക്കാണെന്ത്? ആഖിറത്തിൽ പടച്ച റബ്ബ് വിജയം നൽകുന്നത്. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ദുനിയാവ് മാത്രം ചോദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. ദുനിയാവ് ചോദിക്കാം ഒരു മനുഷ്യന്, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഖിറവും ചോദിക്കണം. ആഖിറത്തിൽ വിജയം ലഭിക്കുന്ന രൂപത്തിലുള്ള ദുനിയാവേ അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ചോദിക്കാവൂ. അതും അതിൻ്റെ ഒരു അർത്ഥമാണ്. ഇനിയുള്ളത്, പടച്ച റബ്ബ് എന്തുകൊണ്ട് റബ്ബിനെ ആരാധിക്കണമെന്നും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ആരാധനക്ക് ദുആക്ക് 4 രൂപത്തിലായിരിക്കും ഒരു ഉത്തരം. ഒന്നൊരു മനുഷ്യൻ ചോദിച്ചാൽ ചോദിച്ചതിനേക്കാളും നല്ലത് റബ്ബ് നൽകിയേക്കാം. രണ്ടാമത്തെ രൂപം, ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം നൽകിയില്ല എന്ന് വരാം, പിന്നീട് അവന് നൽകിയേക്കാം. മൂന്നാമത്തത്, ഒരു പക്ഷേ അവന് അത് നൽകുന്നതിനേക്കാൾ നല്ലത് നൽകാതിരിക്കുന്നതാണ് എന്ന് റബ്ബിന് അറിയുമായിരിക്കും. അവൻ്റെ ആഖിറത്തിന് കൂടുതൽ നല്ലത് പടച്ച റബ്ബ് അതുകൊണ്ട് അത് അവന് ഇദ്ദഖറഹു ലിൽ ആഖിറ, ആ ദുആവും അതിൻ്റെ പ്രതിഫലവും അവന് ആഖിറത്തിലേക്ക് വേണ്ടി നീക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആ പ്രാർത്ഥന കാരണത്താൽ അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. അപ്പം അല്ലെങ്കിൽ ചോദിച്ച കാര്യം തന്നെ അവനെന്ത് ചെയ്യുന്നു? നൽകുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ ദുആക്ക് എന്ത് ചെയ്യാം? ഉത്തരം നൽകാം. അപ്പോൾ അത് എങ്ങനെയെന്നുള്ള നമുക്കറിയില്ല. ചിലപ്പോൾ ചോദിച്ചതിനേക്കാളും നല്ലത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല. ചിലപ്പോൾ ചോദിച്ച കാര്യം തന്നെ ലഭിക്കുകയും ചെയ്തേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ ഉചിതമായത് ലഭിച്ചേക്കാം. വല്ലാഹു തആല ആലം. ഇനിയുള്ളത്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ. നമുക്ക് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനും റുബൂബിയത്തിനും തെളിവ് വിശുദ്ധ ഖുർആനിൽ അനവധി തെളിവുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, ഒന്ന് റബ്ബാണ് എന്നുള്ളതിന്, രണ്ടാമത്തത് ഉലൂഹിയത്ത്, ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണ് എന്നുള്ളതിന്. ഇതിന് രണ്ടിനുള്ള തെളിവുകൾ അനവധി പറയുന്നുണ്ട്. തെളിവ് 2 വിധമുള്ളത്. ഒന്ന്, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഹിസ്സിയായി കാണാനും ദർശിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കാര്യങ്ങൾ. അതിപ്പം ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് തന്നെ പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് അറിയാൻ സാധിക്കുന്ന തെളിവുകൾ. രണ്ടാമത്തെ തെളിവുകൾ എന്ന് പറയുന്നത് നഖലിയായി അഥവാ അഖല് കൊണ്ടുള്ള തെളിവാണ്. അത് ഏത് നമുക്ക് ചിന്തിച്ച് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുന്ന തെളിവ്, അതാണ് അഖല് കൊണ്ടുള്ള ഹിസ്സിയായ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകൾ. രണ്ടാമത്തെ തെളിവാണ് നഖലിയായ തെളിവ്, നഖല് കൊണ്ട് അഥവാ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനിലൂടെ ലഭിച്ച തെളിവുകൾ. അത് എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് സ്ഥിരപ്പെട്ടു വന്നത് അത് അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ച് പടച്ച റബ്ബ് പറഞ്ഞെന്ന കാര്യങ്ങൾ. എന്നാൽ അഖലിയായിട്ടുള്ള ഈ തെളിവുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും അത് മനസ്സിലാക്കുന്നതിൽ എന്താണ്? തുല്യരാണ്, ബുദ്ധിയില്ലാത്തവരൊഴികെ. ബുദ്ധിയില്ലാത്തവർക്ക് തക്ലീഫും ഇല്ല. അപ്പം വിവേകമുള്ള, സാമാന്യ വിവേകമുള്ള മനുഷ്യന്മാരോട് അവർക്ക് മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് റുബൂബിയത്ത് മനസ്സിലാക്കി കൊടുക്കാൻ എപ്പോഴും വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്? സംവദിക്കുന്നത്.
സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. അല്ലാഹു ആണ്, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈൽ, നിങ്ങൾക്ക് രാത്രിയെ ആക്കി തന്നവൻ. എന്തിന്? ലിതസ്കുനൂ ഫീഹി. എന്താ ലിതസ്കുനൂ ഫീ എന്നാൽ? ആ രാത്രിയിൽ നിങ്ങൾക്ക് വസിക്കും. സുക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവുമാണ്, റാഹത്ത് കിട്ടാൻ. അപ്പം ലിതസ്കുനൂ ഫീ, അതുകൊണ്ടാണ് നമ്മളിപ്പം വീടിന് താമസിക്കുന്ന സ്ഥലത്തിന് എന്താ പറയുക, സെക്കൻഡ് അല്ലേ? അതിനെ തസ്കുൻ എന്ന് വെച്ചാൽ എന്താ, എവിടാണ് താമസിക്കുന്നത്. അപ്പം ലിതസ്കുനൂ ഫീഹി, ആ രാവിൽ നിങ്ങൾ രാപ്പാർക്കുവാൻ, അന്തിയുറങ്ങുവാൻ, വിശ്രമിക്കുവാൻ. വന്നഹാറ മുബ്സിറ, പകലിനെ അവൻ കാഴ്ചയുള്ളതുമാക്കി. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മനുഷ്യൻ പ്രത്യേകിച്ച് എന്തെങ്കിലും അവൻ ചെയ്തിട്ടില്ലെങ്കിലും അവന് പ്രകാശം കൊണ്ട് കാണാനും അവന് ജോലി ചെയ്യാനും അതേപോലെ തന്നെ അവന് സമ്പാദിക്കുവാനൊക്കെ സാധിക്കുന്ന രൂപത്തിൽ അവൻ എന്തിനെ ചിട്ടപ്പെടുത്തി? പകലിനെയും ചിട്ടപ്പെടുത്തി. അതാണ് മുബസിറ എന്ന് പറഞ്ഞാൽ. ബസീർ എന്ന് പറഞ്ഞാൽ എന്താ? ബസർ, കാഴ്ച. മുബസിറ, കാണുന്നതാക്കി മാറ്റി. ഏതിനെ? നഹാറിനെ. ഇതിലെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരെടുത്താലും ഇനി മരിച്ചുപോയവരെടുത്താലും രാവും പകലും നിർണ്ണയിക്കുന്നതിൽ അവർക്കൊരു റോളും ഇല്ല. മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ ഇവിടെ രാവുണ്ട് പകലുണ്ട്. അപ്പം മനുഷ്യർക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു ദൃഷ്ടാന്തത്തെയാണ് അവൻ്റെ മുന്നിൽ എന്ത് ചെയ്തത്? അവൻ്റെ മുന്നിൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ഇത് വെറുതെ ഉണ്ടായതല്ല. ഒരിക്കലും ഒരു സംഗതി വെറുതെ ഉണ്ടായി എന്ന് ലോജിക്കലി മനുഷ്യന് തെളിയിക്കാൻ കഴിയില്ല. അപ്പം കൃത്യമായി രാവ്, ആ രാവിൽ ഇരുട്ടാകണമെന്നും ആ ഇരുളാകുന്ന സമയത്ത് മനുഷ്യന് വിശ്രമിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്നും പകൽ സമയത്ത് അവന് വെളിച്ചം ആവശ്യമാണ് എന്നും ആ സമയത്ത് അവൻ്റെ ഉപജീവനം തേടാനുള്ള മാർഗങ്ങൾ അവന് മുന്നിൽ ഉണ്ടാകണം എന്നൊക്കെ നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഒരു പ്രാപഞ്ചികമായ നിയമവ്യവസ്ഥിതി എന്തുണ്ട്? ഇവിടെ ഉണ്ട്. അതിനാണ് കൗനീയായ ഖദർ. പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച പ്രാപഞ്ചിക നിയമങ്ങൾ. ഈ പ്രപഞ്ചം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുള്ള കുറേ പ്രാപഞ്ചിക നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളിൽ മനുഷ്യരെന്തില്ല? ഒരു കൈ കടത്തലുമില്ല. ഒന്ന് രാവൊന്ന് കുറച്ച് അപ്പുറത്തേക്ക് ആക്കാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇപ്പുറത്തേക്ക് ആക്കാനോ ഇതൊന്നും മനുഷ്യൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. എന്നിട്ട് പറയാം, ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്. പടച്ച റബ്ബ്, സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഏകനായ സൃഷ്ടാവ്, ഇന്നല്ലാഹ, അവൻ ലദൂ ഫദ്ലിൻ അലന്നാസ്, മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് മനുഷ്യരോട് അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്. അതായത് മനുഷ്യർക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയവനാണ്. അത് ആർക്ക് നൽകിയിട്ടുണ്ട്? ധിക്കരിക്കുന്നവനും നിഷേധിക്കുന്നവനും അക്രമിയ ആൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ചിന്തിക്കാനും മടങ്ങാനും സന്മാർഗം സ്വീകരിക്കാനും യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വഴി നടക്കാനും ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്താനൊക്കെയുള്ള മാർഗം അവരുടെ മുന്നിൽ ലഭ്യമാണ്. അപ്പം പടച്ച റബ്ബ് ഈ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിൽ നൽകി. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, അള്ളാഹു ജനങ്ങളോട് അങ്ങേയറ്റം ഔദാര്യമുള്ളവനാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അവനോട് നന്ദി കാണിക്കുന്നില്ല. അല്ലേ? പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവുണ്ടായിട്ട് അവനെ ആരാധിക്കുന്നതിന് പകരം കല്ലുകൾ കൊത്തിയുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ബിംബങ്ങളെ ആരാധിക്കുക മാത്രമല്ല, ഈ ബിംബങ്ങളെ കൊണ്ടുപോയിട്ട് പിന്നെ അത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ ഒരു ആദരവ് ആണെങ്കിൽ ഇത് അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വലിച്ചെറിയുക. കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയുന്നവർ, അതേപോലെ നദികളിൽ കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്നവർ, ആ എറിയുന്ന രംഗമൊക്കെ കണ്ട ഒന്നും വേണ്ട, ദൈവമാണ് എന്ന് കരുതി ആരാധിച്ചിരുന്നൊരു വസ്തുവിനെ കൊണ്ടുപോയിട്ട് എറിയുന്നൊരു അതിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഈ മനുഷ്യരുടെ ചിന്തയിൽ എന്ന് ചിന്തിച്ചു പോകും. അതിനൊക്കെ അപ്പുറത്തേക്ക്. അതെ, ദൈവാത്മാവുമ്പം തന്നെ കഴിഞ്ഞാൽ അതിൻ്റെ
പക്ഷേ അതിനൊക്കെ എന്താ അടിസ്ഥാനം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ചിന്തിക്കാൻ. അതെ, ഇപ്പോൾ നമ്മളെന്താ അറിയോ, ഇപ്പം ദൈവികം അല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടാവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെങ്കിൽ അതിനോടുള്ളൊരു ആദരവ്, ഒരു ബഹുമാനം മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ ഉണ്ട്, ഒരു ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ബഹുദൈവാരാധന എപ്പോഴും മനുഷ്യനെ അതിൽ നിന്ന് അകറ്റി കൊണ്ടുപോകും. അതുകൊണ്ടാണ് പള്ളികളെ, ആരാധനാ സ്ഥലങ്ങളെ, പള്ളികളെ ആദരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞപ്പം അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരായിരിക്കും അതിനെന്ത് ചെയ്യുക, ആദരിക്കുക എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുമ്പം അവർ ചിലപ്പോൾ നമ്മുടെ നാടിനെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് പറയാറുണ്ട്, അതായത് എന്തിനേയും ആരാധിക്കുന്ന ആളുകൾ. ഇതൊക്കെ ശരി. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കും. മൃഗങ്ങളെ ആരാധിക്കുന്ന, എലിയെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, എലിയെ ആരാധിക്കുന്ന, അതിനപ്പുറത്തേക്കും പലതും ആരാധിക്കുന്ന അവസ്ഥ ഉണ്ട്. കുളിക്കാത്ത, അതായത് വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രത്യേകമായ സ്നാനം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാലം കുളിക്കാതെ നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഫിത്രത്തുമായി ബന്ധപ്പെട്ട മനുഷ്യപ്രകൃതിക്ക് ഇണങ്ങിയ നിയമമേത് എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിലാണ് മനുഷ്യന് കൂടുന്നിടത്തേക്ക് പോകുമ്പോഴൊക്കെ കുളിക്കൽ എന്താണ്, സുന്നത്താണ്. അവൻ 5 നേരം നിസ്കരിക്കാൻ എന്ത് ചെയ്യണം, വുദു എടുക്കണം, അവൻ്റെ കൈകാലുകൾ കഴുകണം. അതേപോലെ തന്നെ ഏകനായ, അതായത് മുസ്ലിമിൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നല്ല പറഞ്ഞത്, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കൂ എന്നാണ് പറഞ്ഞത്. ഒരിക്കലും മുസ്ലിമിൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രാപഞ്ചികമായ തെളിവുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് പെട്ടെന്ന് അവന് സത്യം മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. പക്ഷേ അധിക ആളുകൾക്ക് എന്തില്ല, അതൊന്നും അറിയാനോ പഠിക്കാനോ അല്ലെങ്കിൽ സൃഷ്ടാവിനോട് നന്ദിയുള്ളവനായി തീരണമെന്നോ അധികം ആളുകൾക്ക് എന്തില്ല, താല്പര്യമില്ല. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഒരിക്കലും സത്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഭൂരിപക്ഷം എന്നുള്ളതല്ല, ന്യായം എവിടെ, സത്യം എവിടെ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്, നിലപാടെടുക്കുമെന്നർത്ഥം. എന്നിട്ട് പറയാം, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, ദൈവം. ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈ. ഇതിൽ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ അള്ളാഹിനെ കുറിച്ച് ദൈവം എന്ന് അറിയാൻ പറ്റുമോ? ഓരോ ഭാഷയിലും പടച്ച റബ്ബിനെ എന്താ പറയുക, വിവക്ഷിക്കുന്ന പദങ്ങളുണ്ടാവും. അതിന് ആരാധിക്കപ്പെടുന്ന ആരാധ്യനും മലയാളത്തിൽ നമ്മൾ പറയുന്നതാണ് ദൈവം. എന്താ ദൈവം എന്ന് പറയുന്നതിന് എന്താ പ്രശ്നം? വെറുതെ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഓരോ ഭാഷയിലും എന്തുണ്ടാവും. ഇപ്പം ഇംഗ്ലീഷിലാവുമ്പോൾ എന്ത് പറയും, ഗോഡ് എന്ന് പറയും. അപ്പോൾ ഒരിക്കൽ അള്ളാഹു ആലം. പക്ഷേ അങ്ങനെയുള്ള ഏതൊരാൾക്കും, ഇപ്പോൾ അറബി ഭാഷയിലുള്ളതാണെങ്കിലും വേറൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അയാൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലല്ലേ പറയുക, ഏതൊരു ഭാഷയും. അപ്പോൾ അതിൽ അള്ളാഹു എന്നുള്ള അത് അറബി ഭാഷയാണ്. അറബി ഭാഷയിൽ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. അപ്പോൾ അവിടെ റബ്ബ് എന്ന് പറയുമ്പം സാധാരണ മലയാളത്തിൽ നമ്മൾ രക്ഷിതാവ് എന്ന് പറയും അല്ലേ, പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ്. അപ്പോൾ അവിടെ ഈ രക്ഷിതാവ് എന്നുള്ള പദം അത് ഈവൻ അറബിയിലും. ഇപ്പോൾ റബ്ബുൽ ബൈത്ത് അല്ലെങ്കിൽ റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഗൃഹനാഥൻ, റബ്ബുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഈവൻ അറബിയിലും എന്തുണ്ട്, ഈ റബ്ബ് എന്നുള്ള രക്ഷിതാവ് എന്നുള്ള സമാനമായ പ്രയോഗങ്ങൾ അറബി ഭാഷയിലും ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ആളുകൾ ഭയങ്കര എന്താ പറയുക, എല്ലാത്തിലും ഉലുവും നല്ലതല്ല. അതായത് നമ്മളുണ്ടല്ലോ അതിര് കടന്നിട്ട് മറ്റേത് ആൾക്കാർക്ക് മനസ്സിലായി എല്ലാം കൺഫ്യൂഷനാവും. ഒരു ഭാഷയിൽ അവനവൻ്റെ ഭാഷയിൽ നിന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വരെ ആൾക്കാർക്ക് എന്തായിരിക്കും, ഭയമായിരിക്കും, എന്തെങ്കിലും പറയാൻ ഭയമായിരിക്കും, പഠിക്കാൻ ഭയമായിരിക്കും. ഈ ഒരു അവസ്ഥക്ക് മുമ്പ് കാലത്ത് മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞു പോയിരുന്നു. അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, മറ്റ് ഭാഷകൾ പഠിക്കാൻ പാടില്ല, ഖുർആൻ്റെ അർത്ഥം പറയാൻ പാടില്ല. എന്തോ ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയിട്ട് അതിനൊക്കെ മോചനം കിട്ടിയിട്ട് വന്നിട്ട് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന അവസ്ഥയ്ക്ക് മുസ്ലിങ്ങൾ എത്തിയത്. അതാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും, അതുകൊണ്ട് അവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു. ഖാലിഖു കുല്ലി ഷൈ. എന്താ ഖാലിഖ് എന്ന് പറഞ്ഞാൽ?
സൃഷ്ടാവ്, സൃഷ്ടിച്ചവൻ. എന്തിനെ സൃഷ്ടിച്ചവൻ? ദൈവത്തെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ആരാധ്യനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ആ പരിചയപ്പെടുത്തുന്നതാണ് എന്ത്? അവനാരാ? ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒരു മനുഷ്യൻ എങ്ങനെ? അവനോട് നേർക്ക് നേരെ പ്രാർത്ഥിച്ചാൽ മതി. ഏതൊരു മനുഷ്യനും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നേർമാർഗം കാണിച്ചു തരണമെന്ന് ആത്മാർത്ഥമായിട്ട് അവനോട് പ്രാർത്ഥിച്ചാൽ മതി. അവൻ നേർമാർഗം കാണിച്ചു തരും. ആത്മാർത്ഥമായി സത്യസന്ധമായി അവനോട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഖാലിഖു കുല്ലി ഷൈ, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല. അപ്പം ആരാധനക്കർഹനായ ഏകൻ്റെ പ്രത്യേകത എന്താ? എല്ലാം സൃഷ്ടിച്ചവൻ. എളുപ്പമാണ്, ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത, മനുഷ്യന് ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ്. അവനാകുന്നു എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. അവൻ മാത്രമാണ് ലാ ഇലാഹ ഇല്ലാ ഹുവ ആരാധനക്കർഹനായിട്ടുള്ളത്. ഫഅന്നാ തുഫകൂൻ, ഇത്ര വ്യക്തമായി നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ലഭിച്ചിട്ട് ഫഅന്നാ തുഫകൂൻ, നിങ്ങൾ വഴി തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? അതായത് മനുഷ്യരോട് ചോദിക്കുക, ഇത്രയൊക്കെ ലളിതമായി പറഞ്ഞു തന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് വ്യതിചലിച്ചു പോകുന്നത്? നിങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ബുദ്ധിയിൽ ഭയങ്കരമായി ഇത് നേടിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ലോകത്ത് ടെക്നോളജിയിലൊക്കെ ജാപ്പാൻ അല്ലേ? ജാപ്പാനിൽ അവിടെ ആത്മഹത്യയുടെ കണക്ക് ഭയങ്കര കൂടുതലാണ്. അതേപോലെ തന്നെ ഈ പല മൃഗങ്ങളെയും ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. മുയലിനെ വരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഭൗതികമായി ടെക്നോളജിയിലെ അറിവിൽ വലിയ ഉയർച്ചയിലെത്തിയപ്പോഴും അതേ സ്ഥാനത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണോ അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് പലപ്പോഴും സാധിച്ചില്ല. പക്ഷേ അവർ പെട്ടെന്ന് അവർക്ക് വിഷയം മനസ്സിലായി. ഇപ്പം ഇവിടെ കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ അറബി ഭാഷ പഠിക്കാൻ വന്ന 2 ജാപ്പനീസ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഈ അറബി ഭാഷ പഠിക്കുന്ന ലാംഗ്വേജ് സെൻറ്റർക്ക് പോകാൻ അവന് വലിയ താല്പര്യമില്ല. എൻ്റെ കൂടെ ശരിയ കോളേജിലൊക്കെ പോരില്ലേ, അവിടെ വരും, ഇരിക്കും, ക്ലാസ്സിലൊക്കെ ഇരിക്കും, കേൾക്കും. ഫുള്ളൊന്നും മനസ്സിലാവില്ല, കാരണം അവർക്ക് കുറച്ചൊക്കെ അറബി അറിയുള്ളൂ. എന്നാലും ഇരുന്ന് ഓരോന്ന് ചോദിച്ചൊക്കെ പഠിക്കും, മനസ്സിലാക്കും. ഇന്ന് അൽഹംദുലില്ലാ അവന് ഇസ്ലാം സ്വീകരിച്ചു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഇവിടെ പഠിക്കാൻ വന്നിരുന്ന, പിന്നീട് അവരെ നാട്ടിൽ പോയതിന് ശേഷം അവർ 2 പേരും ഇസ്ലാം സ്വീകരിച്ചത്. അതായത് അവർ പഠിച്ച, പിന്നെ അവിടെ പോയി കമ്പയർ ചെയ്ത്, വിശ്വാസങ്ങൾ കമ്പയർ ചെയ്ത് അവർ പഠിച്ച് അവർ ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ ഇന്ന് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ജോലി ഹലാലായ അറവാണ്, അവിടുത്തെ ഹലാൽ സ്ലോട്ടറിങ് ആണ് അവിടുത്തെ ഓസ്ട്രേലിയയിലെ ജോലി. ഞാൻ പറയുന്നത് വെച്ചാൽ പലപ്പോഴും മനുഷ്യർക്ക് ചിലപ്പോൾ അറിവ് എത്തിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. അവിടെയാണ് നമ്മളുടെ ബാധ്യത എന്ന് പറയുന്നത്, എത്താത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ഏകദൈവ വിശ്വാസം. പക്ഷെ പെട്ടെന്ന് മനസ്സിലായാൽ ആളുകൾ പെട്ടെന്ന് സ്വീകരിക്കും. കാരണം ഇതിലൊരു കോംപ്ലിക്കേഷനും ഇല്ല. അവരോട് ഇപ്പം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്വങ്ങളൊന്നും ആരാധിക്കണമെന്നോ അങ്ങനെ ഒന്നും പറയുന്ന ഒരു സാഹചര്യമില്ല. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവ് ആരാണോ ആ സൃഷ്ടാവിന് നിങ്ങളെ എവിടെ നിന്നും കേൾക്കാൻ സാധിക്കും. നിങ്ങൾ അവനെ ആരാധിക്കുക, നിങ്ങൾ അവനോട് ചോദിക്കുക, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ മറ്റുള്ള സൃഷ്ടികളെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും ഒഴിവാക്കുക. ഇതാണ് അടിസ്ഥാനം. അപ്പം പെട്ടെന്ന് മനുഷ്യന് പിന്നെ സഞ്ചരിച്ച് എവിടേക്കെത്താം? ഏകദൈവ വിശ്വാസത്തിലേക്ക്, നേർമാർഗത്തിലേക്ക് പെട്ടെന്ന് അവന് എത്താൻ പറ്റും. എന്നിട്ട് പറയാണ്, കദാലിക യുഫകുല്ലദീന കാനൂ ബിആയാതില്ലാഹി യജ്ഹദൂൻ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ജുഹൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നവർ. ജഹദ എന്ന് പറഞ്ഞാൽ, ജാഹിദ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 വ്യത്യാസമുണ്ട്. ജഹദ എന്ന് പറയുന്നത് ജഹദ എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. ജഹദ, ജുഹൂദ് എന്താ? ഹാർഡ് വർക്ക് അല്ലേ, കുറച്ച് കഷ്ടപ്പെടുന്നതിന് ജിഹാദ്, ജുഹൂദ് എന്നൊക്കെ പറയും. എന്നാൽ ജഹദ എന്ന് പറഞ്ഞാൽ ഹ ആയാലോ നേരെ വിപരീത അർത്ഥ. അവിടെ ഒരാൾ നിഷേധിക്കുക. അപ്പം പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആളുകൾ വഴിതെറ്റിക്കപ്പെടുന്നത് അപ്രകാരമാണ്. അതായത് അവൻ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അവരെന്തല്ല, തയ്യാറല്ല. ഇനി അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറൻ, അല്ലാഹു അവനാകുന്നു, അല്ലദീ അവൻ,
ജഅല, ആരാണ് അള്ളാഹു പരിചയപ്പെടുത്താൻ. എന്താ ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? വമല്ലാഹ്, എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ? അപ്പോൾ വിശുദ്ധ ഖുർആൻ ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ്, ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹുല്ലദീ, അവനാകുന്നു. ജഅല ലക്കുമുൽ അർള ഖറാറൻ, ഭൂമിയെ നിങ്ങൾക്ക് അങ്ങേയറ്റം സ്ഥൈര്യമുള്ളതായി സംവിധാനിച്ചവൻ. അതായത് ഭൂമി ഇളകുന്നുണ്ടെങ്കിലും ഭൂമിക്ക് മുകളിലുള്ള ആളുകൾക്ക് സ്വസ്ഥമായി അവിടെ സ്ഥൈര്യത്തോടു കൂടി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ ഭൂമി വാസയോഗ്യമായ ഒരു കേന്ദ്രമാക്കി അവൻ മാറ്റി. അതിൽ മനുഷ്യൻ എന്തുണ്ട്? ഇസ്തിഖറാറുണ്ട്. അതായത് അവനവിടെ സുസ്ഥിരമായി ഒരു നല്ല നിലക്ക് ജീവിക്കാനും താമസിക്കാനുള്ള എന്തുണ്ട്? സംവിധാനങ്ങൾ ആ ഭൂമിയിൽ ഉണ്ട്. അതാണ് ഖറാർ എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് നമ്മൾ നിത്യവാസിയായിട്ട് അവിടെ താമസിക്കുക, കഴിഞ്ഞുകൂടുക. അതായത് അവിടെ അല്പനേരം വിശ്രമിക്കല്ല, അങ്ങനെ കഴിയുന്ന സ്ഥലത്തിന് അതാണ് ഖറാർ എന്ന് പറയും. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ അവനൊരു ബിനാ. എന്താ ബിനാ? നമ്മളൊരു കെട്ടിടത്തിനുള്ളിൽ കയറിക്കൽ, മഴ ചെയ്താൽ ആൾക്കാർ എന്താ ചെയ്യുക? വേഗം ഒരു മേൽക്കൂരുള്ളതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. അപ്പോൾ ഇവിടെ ആകാശത്തെക്കുറിച്ച് ബിനാ, മേൽക്കൂര, മേൽപ്പുര എന്നൊക്കെ പരാമർശിച്ചതിൽ നിന്ന് ഒന്ന്, ആകാശം എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യതയല്ല. ഇത് അന്നത്തെ കാലത്ത് ഇതിനെക്കുറിച്ചിട്ട് വലിയ പഠനങ്ങളൊന്നും നടക്കാത്ത കാലത്ത് 1400 വർഷം മുമ്പ് പറയുന്ന കാര്യമാണ്. ഇത് കേവലം ഒരു ശൂന്യതയല്ല, മറിച്ച് എന്താണ്? കൃത്യമായ ഒരു സൃഷ്ടിപ്പാണ് എന്നും ആ സൃഷ്ടിപ്പിന് ഭൂമിയിലേക്ക് വരുന്ന പല അപകടങ്ങളെയും തടുക്കാനുള്ള കഴിവുണ്ട് എന്നും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ പഠനത്തിലും മനുഷ്യന് ലഭിച്ച അറിവിലും ഇന്ന് അവന് ഗവേഷണം നടത്തിയിട്ട് അവിടേക്ക് എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കിയവൻ. എത്ര ഡീപ്പായ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. ഇനിയും ഇതേപോലത്തെ പല പ്രയോഗങ്ങളും നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടെ മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. അപ്പോൾ ആകാശത്തെ അവനൊരു മേൽപ്പുരയാക്കുകയും ചെയ്തു. അതായത് ആകാശം, നിങ്ങൾക്ക് സഖഫ് എന്നുള്ള പ്രയോഗമുണ്ട് ഖുറാനിൽ. സഖഫ് എന്താ? സഖഫ് എന്ന് പറഞ്ഞാൽ, സഖഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂര എന്നാണ്. സീലിംഗ്, മേൽക്കൂര എന്നൊക്കെയാണ് സഖഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഉപയോഗിക്കുന്ന പദമാണ് കൺസ്ട്രക്ഷനിലൊക്കെ. സഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? സഖഫ് എന്ന് പറഞ്ഞാൽ നേരെ മുകളിലുള്ള മേൽക്കൂര, അതിൻ്റെ മേലുള്ള കോൺക്രീറ്റ്, അതിനാണ് സഖഫ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ വസവ്വറക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് എന്ത് നൽകി? രൂപം നൽകി. മനുഷ്യൻ്റെ രൂപം. ഒരു ഡിസൈനിങ്ങിൽ മനുഷ്യൻ്റെ ഡിസൈന് മാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്. കൈ, ആ കയ്യിനെ സംവിധാനിച്ച രൂപം. കാലിനെ സംവിധാനിച്ച രൂപം. മൂക്ക്, ചുണ്ടുകൾ, പല്ലുകൾ, ഓരോന്നിനും സംവിധാനിച്ച ഇടം, സംവിധാനിച്ച രൂപങ്ങൾ. ഇപ്പോൾ നമുക്ക് ചില മൃഗങ്ങളിലും ചില ജീവികളിലൊക്കെ വളരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വൈരൂപ്യം തോന്നുന്ന രൂപത്തിലുള്ള സൃഷ്ടികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ എന്താ, മനുഷ്യന് അവൻ്റെ സൃഷ്ടിപ്പിൽ പടച്ച റബ്ബ് അവന് നൽകിയ ഇക്റാം, ആദരവ് ബോധ്യപ്പെടാനും കൂടി ആയിരിക്കാം ഒരുപക്ഷെ. അല്ലാഹു തആല ആലം. അപ്പം അവൻ്റെ ഡിസൈൻ മാത്രമല്ല, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച്, ഇപ്പോൾ കൂടുതൽ പഠനങ്ങൾ പറയുന്നത് ഒന്ന്, കണ്ണ് ഓരോ മനുഷ്യൻ്റെ വ്യത്യസ്തമാണ്. കണ്ണ്, വിരൽ തുമ്പ് ഓരോ മനുഷ്യൻ്റെ വ്യത്യസ്തങ്ങൾ. എനിക്ക് എത്ര കോടി മനുഷ്യന്മാർ, അത് ഈ തുമ്പ് ഇത്ര സ്പേസല്ലേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ ഈ വ്യത്യാസം കൊണ്ടുവരണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ ഈ വ്യത്യാസം കൊണ്ടുവരരുത്. അതായത് ഇത്ര സ്പേസ് മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ പുറമെ മുഴുവൻ സോഫ്റ്റ്വെയറും, അതായത് ഒരു മനുഷ്യൻ്റെ മുഴുവൻ കോഡും, അവൻ്റെ DNA കോഡ്, സോഫ്റ്റ്വെയർ അടക്കം എന്തുണ്ട്? ഒരു മനുഷ്യനിലുണ്ട്, ഒരു ഫുൾ സിസ്റ്റം. അതിൻ്റെ ഇപ്പോൾ ചെവിൻ്റെ പ്രിൻറ്റിലും ഓരോ മനുഷ്യൻ്റെ ചെവിൻ്റെ പ്രിൻ്റ് വരെ വ്യത്യാസം ഉണ്ടെന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ, പഠനങ്ങൾ നടക്കുന്നത്. ചെവിൻ്റെ പ്രിൻ്റില്ലേ, ചെവിൻ്റെ ഈ പ്രിൻറ്റിൽ വ്യത്യാസമുണ്ട്. നമ്മളിനി ഉണ്ടാക്കാൻ ശ്രമിച്ച എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഭയങ്കര അതിലുള്ള പടച്ച റബ്ബ് സംവിധാനിച്ചൊരു സംവിധാനം. അപ്പോൾ ഇതിലൊന്നും മനുഷ്യനെന്തില്ല, ഒരു കൈ കടത്തലുകളും ഇല്ല. അതാണ് വസവ്വറക്കും, അവൻ നിങ്ങൾക്ക് എന്ത് നൽകി? രൂപം നൽകി. ഫഅഹ്സന സൂറക്കും. ഇനി നിങ്ങൾ അതിലൊന്ന് ആലോചിച്ച് നോക്ക്.
മനുഷ്യനോട് എത്ര വലിയ കാരുണ്യമാണ്. ഓരോ മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ് വ്യത്യസ്തമായതിൽ, ഓരോ മനുഷ്യൻ്റെ അടയാളങ്ങൾ വ്യത്യസ്തമായതിൽ, അവൻ്റെ കോഡ് DNA വ്യത്യസ്തമായതിൽ, അതായത് മനുഷ്യരാശിയുടെ തന്നെ സുരക്ഷയുടെ കൂടി ഭാഗമാണെന്ത് അത്. ഓരോ വ്യക്തിയെയും വേർതിരിച്ചറിയാനുള്ള മാർഗം, ഓരോ വ്യക്തിത്വത്തെയും ആ വ്യക്തിയുടെ മേലുള്ള ഉത്തരവാദിത്വത്തെയും ലയബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യപ്പെടുന്നു ഇതിലൂടെ. നേരെ വെച്ചിട്ട് എല്ലാവരും ഒരേ കോലം, എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള വിരലടിയാളം, എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? അപ്പം ഓരോരുത്തർക്കും കൃത്യമായ രൂപം നൽകി. ഇത് പടച്ചവൻ്റെ ഒരു വലിയ അനുഗ്രഹം കൂടിയാണ്. ഫഅഹ്സന സൂറക്കും, അവൻ നിങ്ങളുടെ രൂപത്തെ നന്നാക്കി. മനുഷ്യന് നല്ല രൂപം നൽകിയത്. വറസഖക്കും മിനത്തൊയ്യിബാത്ത്, നല്ലതിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഭക്ഷണം, നല്ല ഭക്ഷ്യവസ്തുക്കളെ നൽകുകയും ചെയ്തു. ആലോചിച്ചു, മ്ലേച്ഛമായതിനെ ഭക്ഷിക്കുന്ന പല ജീവികളുമില്ലേ? മ്ലേച്ഛമായത് ഭക്ഷിച്ചിട്ട് ജീവിക്കുന്ന. എന്നാൽ മനുഷ്യൻ അങ്ങനെ മ്ലേച്ഛമായത് ഭക്ഷിക്കോ? നോർമലി ഭക്ഷിക്കോ? ഇല്ല. നല്ലത് ഭക്ഷിക്കുന്ന, തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്ന ആളാണ് ആര്? മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ, മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം വറസഖക്കും മിനത്തൊയ്യിബാത്തി, നല്ല ഭക്ഷണം നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തു. എന്നിട്ട് പറയാ, അതൊക്കെ തന്നതാരാ? ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ സൃഷ്ടാവ്. ഇത്രയേ ഉള്ളൂ. ആണ് ആരോടും എവിടെ വെച്ചും എങ്ങനെയും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ആദർശം. ആരാ നിനക്ക് ഭക്ഷണം നൽകുന്നത്? ആരാ ഉപജീവനം നൽകുന്നത്? ആരാ നിന്നെ സൃഷ്ടിച്ചത്? ആരാ നിൻ്റെ ഈ രൂപം നൽകിയത്? ഇതിനേതിനെങ്കിലും ഒരു സൃഷ്ടിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ആ സൃഷ്ടി ജനിക്കുന്നതിൻ്റെ മുന്നേ ഇതുണ്ട്. ഏത് സൃഷ്ടി ഞങ്ങൾ പറഞ്ഞോളി, ആ സൃഷ്ടി ജനിക്കുന്നതിൻ്റെ മുന്നേയും ഈ രൂപം മനുഷ്യനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അതാണ് വറസഖക്കും മിനത്തൊയ്യിബാത്തി ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സർവ ലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബ് അവനത്ര അനുഗ്രഹീതൻ, അവനെത്ര ഉന്നതനാണ്, അനുഗ്രഹീതനാണ്. മാത്രമല്ല ഈ റബ്ബുൽ ആലമീൻ എന്നതിൽ നിന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഒരു പക്ഷേ ജീവനുള്ള മുക്കല്ലഫീങ്ങളായ ആളുകളുള്ള മറ്റ് ലോകങ്ങളും ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ മനുഷ്യരുടെ ലോകം, മറ്റു ജീവജാലങ്ങളുടെ ലോകം, അതേപോലെ ജിന്നുകളുടെ ലോകം. കാരണം ആലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ലോകം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ലോകങ്ങൾ എന്ന് പറയാം, സർവ്വ ലോകങ്ങളുടെയും എന്ന് പറഞ്ഞാൽ എന്തിനാ? അപ്പോൾ ആ ഒരു ബഹുവചനത്തിൽ നമ്മുടെ അറിവിലേക്ക് എത്തിയിട്ടില്ലാത്ത അനവധി ലോകങ്ങൾ തന്നെ ഉണ്ട്. ഇപ്പം ഇന്ന് ജീവികളെ കുറിച്ച് തന്നെ പഠിക്കാം. ഇപ്പോൾ എറുമ്പിനൊരു വലിയ സാമ്രാജ്യം തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഓരോ ജീവികളെ കുറിച്ച് പഠനം നടക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും ആലം എന്നർത്ഥം വെക്കാം. മനുഷ്യരുടെ, ജിന്നുകളുടെ, മലക്കുകളുടെ, ദൃശ്യ അദൃശ്യ ലോകങ്ങളുടെ, അങ്ങനെ നമ്മളുടെ അറിവിലുള്ള ലോകങ്ങൾ തന്നെ അനവധിയുണ്ട്. ഇനി നമുക്ക് അറിവിലില്ലാത്ത എത്രയോ ലോകങ്ങൾ ഉണ്ടായിരിക്കാം. വല്ലാഹു ആലം. അവിടേക്ക് മനുഷ്യർ എത്തിയിട്ടില്ല. ഇന്നും മനുഷ്യർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹുവൽ ഹയ്യു, അവൻ എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാകുന്നു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു. അൽ ഹൈ, ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാലോ എന്നെന്നും ജീവിച്ചിരിക്കുന്നു. ഹുവൽ ഹൈ, അങ്ങനെ പറഞ്ഞാൽ ഹുവൽ ഹൈ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇനി ഏത് ആൾ ദൈവം വേറെ എന്തെടുത്തോളി, ഒക്കെ ഒരു നാളെന്ത് ചെയ്യും? മരിച്ചു എന്ന് മാത്രമല്ല, ഇവരെ അയാളുടെ ഈ ആൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറയുമ്പോൾ അയാൾ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമായിട്ടായിരിക്കും അവിടെ ഇരിക്കണ്ട. പക്ഷെ ഇവരോട് പറയാൻ വയ്യല്ലോ. സത്യത്തിൽ അയാൾക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ആരോഗ്യ ഈ നമ്മുടെ നാട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾ ദൈവങ്ങളുള്ളത്. ഏത് ആൾ ദൈവമാണ് ഈ അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടാത്ത ആൾ ദൈവം ഏതാണുള്ളത്? നമ്മളെ അറിവിലില്ല. പിന്നെ അതിന് കുറച്ചും കൂടി കടന്ന കൈ എന്ന് പറഞ്ഞാൽ പിന്നെ പീഡനത്തിനും മറ്റൊക്കെ പിടിക്കപ്പെട്ട് അങ്ങനെ ഇപ്പം എന്താ ഒരു സിക്കാരനായിട്ടുള്ളൊരു ആൾ ഭയങ്കര ഇവിടെ അടുത്ത് എന്തോ ഒരു സിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള
ആളുകളെ പറ്റി ജീവിക്കും. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സംഗതി വെച്ചാൽ ഒരു ബ്രിട്ടീഷുകാരൻ, അയാൾ ഒരു ഇതൊക്കെ ഇട്ടിട്ട് കാവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. അയാൾ ഇരുന്നിട്ട് അയാൾ ഒരു ചൂലും കൈ പിടിച്ചിട്ടുണ്ട്. എന്താ എനിക്കറിയില്ല, ഈ ചൂലുകൊണ്ട് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയില്ല, ഇനി എന്തെങ്കിലും അങ്ങനെ ഉണ്ടോയെന്നറിയില്ല, ആചാരം, അള്ളാഹു ആലം. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരെ ഒക്കെ ഇയാൾ ഈ ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട് അനുഗ്രഹം കൊടുത്ത് വിടുന്നു അയാളെ കേട്ട്. അപ്പം ഇയാൾ സത്യം പറഞ്ഞാൽ അയാൾ ചിരിക്കുന്നുണ്ടോ ഉള്ളിൽ. അപ്പം മൂപ്പർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. മൂപ്പരവിടെ UK മറ്റേ ടിക്കറ്റും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് മൂപ്പർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, മൂപ്പരിവിടെ ദൈവമായിട്ട് കഴിയുക. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അജ്ഞത എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അപകടം വേറെ ഇല്ല. വേറെ എന്തും സഹിക്കുക. പക്ഷേ മനുഷ്യന് ഇതില്ല, ജ്ഞാനമില്ലാതെ അറിവില്ലാതായിപ്പോയാൽ എത്രയും മനുഷ്യൻ എന്ത് ചെയ്യും, അധപതിക്കുന്നർത്ഥം. അതാണ് ഫദ്ഊഹു ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ഫദ്ഊഹു, അതുകൊണ്ട് കൃത്യമായ കാരണം പറഞ്ഞു തന്നിട്ടാണ് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. ഫദ്ഊഹു, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആരോട്? എനിക്ക് രൂപം തന്ന, എന്നെ സൃഷ്ടിച്ച, ഈ ലോകത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മുഖ്ലിസീന ലഹുദ്ദീൻ, നിങ്ങളുടെ വിശ്വാസത്തെയും മതത്തെയും നിഷ്കളങ്കമായി അവന് മാത്രം സമർപ്പിച്ചുകൊണ്ട്, അവനിൽ ആരെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുവിൻ. എന്നിട്ട് പറയാം, ഇവിടെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യന് ആ വിശ്വാസം എന്തായി, ഇത് ശരിക്കും ഉൾക്കൊണ്ട ഇത് മതി അവന് വിശ്വാസം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകരക്ഷിതാവായ ആ ദൈവത്തിനാകുന്നു, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇതാണ് ഇതിലും അള്ളാഹു തആല അവസാനിപ്പിക്കുക ഫദ്ഊഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ അവനോട് ചോദിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിന് സന്ദർഭം ഉള്ളതുകൊണ്ട് സന്ദർഭം ഇല്ലാതെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. സന്ദർഭമാണ് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ബൈനൽ അദാനൈൻ, ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം. അതേപോലെ തന്നെ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിൻ്റെ മുന്നുള്ള സമയം. അതേപോലെ തന്നെ അസ്ഹാർ, സൂര്യൻ ഫജ്റിൻ്റെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയം ആണ് സുഹൂർ. സുഹൂർ എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം, അത്താഴത്തിൻ്റെ സമയം, ആ സമയം എന്നർത്ഥം. അപ്പോൾ അതൊക്കെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ, പടച്ച റബ്ബിനോട് ഉത്തരം ലഭിക്കുന്ന. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൽ മിൻ സായിലിൻ, ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം നൽകാം എന്ന് പറയുന്ന സമയമാണ് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുജൂദിലെ ദുആ, നിങ്ങൾ അഖറബു മാ യകൂനുൽ അബ്ദു മിൻ അബ്ദിഹി ഫി സുജൂദ്, അല്ലേ, ഏറ്റവും അടുത്ത് പടച്ചവനോട് നിൽക്കുന്ന സമയം സുജൂദിലാണ്. ഫഅക്സിറു ഫിഹി ദുആ, അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദുആ വർദ്ധിപ്പിക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ അർത്ഥവത്തായ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരായത്തെടുത്തിട്ടുള്ളൂ, പക്ഷേ ഈ കാരണം ഒരേ മാറ്ററാണ്. കാരണം നമ്മളിഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ 61 മുതൽ 65 വരെയുള്ള വചനങ്ങൾ വളരെ അർത്ഥവത്തായ, ആരോടും ഏതൊരു സാധാരണക്കാരനും പടച്ച റബ്ബിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 65 വരെയുള്ള വചനം എടുത്താൽ ലളിതമായിട്ട് എന്ത് ചെയ്യുക, ആരെയാണ് ആരാധിക്കേണ്ടത്, എന്താണ് തൗഹീദ്, പടച്ച റബ്ബിനെ എന്തുകൊണ്ട് ആരാധിക്കണം, ലളിതമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. നമ്മൾ മറന്നു പോകാതിരിക്കുക. സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 65 വരെ വളരെ ലളിതമായി ഒരു സാധാരണക്കാരനോട് പറയുന്ന രൂപത്തിലാണ് അല്ലാഹു തആല അവിടെ നമുക്ക് ഏകദൈവ വിശ്വാസം എന്തുകൊണ്ടെന്ന് പഠിപ്പിച്ചത്. അതിൻ്റെ പുറമെ നമ്മൾ മനസ്സിലാക്കുക, പടച്ചോ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ലോകത്തിൽ ഉണ്ടായിട്ടും നമുക്ക് ആ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ എത്ര പടച്ചവനോട് ശുക്ർ ചെയ്താലും മതിയാകുകയില്ല. അതുതന്നെയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ പടച്ചവനാണ് സർവസ്തുതി. അതുകൊണ്ട് നമ്മൾ അവനോട് ശുക്ർ ചെയ്യുന്ന ആളുകളായി മാർഗം. നമുക്കൊന്ന് ഓതി നോക്കിയിട്ട് അവസാനിപ്പിക്കാം.